ആദിത്യനാഥിന്റെ പ്രതിരൂപമായി എങ്ങനെയാണ് സിദ്ധരാമയ്യക്ക് മാറാൻ കഴിയുക? ഗണഗീതം പാടുന്നതിൽ അഭിമാനിക്കുന്ന DK ശിവകുമാർ നയിക്കുന്ന കോൺഗ്രസ് ആണ് കർണാടകയിലെ കോൺഗ്രസ്. ഈ പ്രശ്നം ആരും അറിയാതെ അവസാനിച്ചു പോകുമായിരുന്നു. ഇന്നലെ ആ മനുഷ്യർ തൊഴുകൈകളോടെ നന്ദി രേഖപ്പെടുത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിനുമാണ്, സഖാവ് പിണറായി വിജയനാണ്. നിങ്ങൾ ഈ കാഴ്ച ഞങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ DYFI സമർപ്പിക്കുക. കോൺഗ്രസ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയേണ്ട കാഴ്ചകളാണ്. DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ, നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം പറ. ഹരിയാനയിലെ നൂഹിൽ, യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ, ആസാമിൽ, ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ BJPയും സംഘപരിവാർ ഗവൺമെൻറ്റുകളും ഭരണകൂടവും നടത്തിയതും നിങ്ങൾ നടത്തിയതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിച്ചു തരാമോ? നോക്കൂ, ഈ കാഴ്ചകൾ കാണൂ. വന്ധ്യവയോധികരായ മനുഷ്യർ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ. ഞാൻ ചില മനുഷ്യരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പേര് ശ്രാവണി. ഇന്നലെ ഞങ്ങൾ കണ്ട വ്യക്തിയാണ് ശ്രാവണി. ഇടിഞ്ഞു പൊളിഞ്ഞ തൻ്റെ പഴയ വീടിൻ്റെ പുറകിൽ ആരോ വലിച്ചു കെട്ടിക്കൊടുത്തൊരു ചെറിയ നീല കളർ ടാർപോളിൻ്റെ ചുവട്ടിൽ 9 മാസം പ്രഗ്നൻ്റ് ആയൊരു വുമൺ ഇരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് ഈ കാഴ്ച കാണിക്കുകയാണ് ഞങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഇത് മറുപടി പറയണം. ഈ ശ്രാവണി പ്രിയങ്ക ഗാന്ധിയെപ്പോലൊരു സ്ത്രീയാണ്. 9 മാസം പൂർണ്ണ ഗർഭിണിയായ ശ്രാവണി സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ദുർബലരായ മനുഷ്യരുടെ മേലുള്ള കടന്നുകയറ്റം നോക്കൂ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 കല്യാണക്കത്തുകൾ, മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത 2 കല്യാണക്കുറികൾ. ഒന്ന് സെയ്ദ് മുബാറക്. ജനുവരി മാസം 2-ാം തീയതി സെയ്ദ് മുബാറക്കിൻ്റെ കല്യാണമാണ്. ആ ചെറുപ്പക്കാരൻ വിതുമ്പലോടുകൂടി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു, എൻ്റെ കല്യാണമായിരുന്നു വരുന്ന ജനുവരി മാസം 2-ന് പുതുവർഷത്തിൽ. സിദ്ധരാമയ്യ എന്ത് മറുപടിയാണ് പറയുന്നത്? കോൺഗ്രസ് രാജ്യത്തോട് എന്ത് മറുപടിയാണ് ഇവരോട് പറയുന്നത്? സെയ്ദ് മസ്താൻ എന്ന ഈ പാവം മനുഷ്യൻ ഖവാലി പാടി ജീവിക്കുന്ന മനുഷ്യനാണ്. ഫക്കീർ വിഭാഗം മുസ്ലിം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഖവാലി പാട്ടുകൾ പാടും. പള്ളിയുടെ എല്ലാം മുമ്പിൽ നിന്ന് ഖവാലി ഗാനങ്ങൾ. എന്നിട്ട് ആ ഖവാലി ഗാനങ്ങൾ കേട്ടിട്ട് അതിന് ആളുകൾ കൊടുക്കുന്ന കാശ്, ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ, അതുകൊണ്ട് ജീവിതം ചുരുക്കൂട്ടിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു ജനുവരി മാസം 15-ാം തീയതി. നിറകണ്ണുകളോടുകൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നോക്കൂ, മഹബൂബി വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. മഹബൂബി ഹുസൈൻ ബാഷ കിടപ്പ് രോഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു സമാനമായൊരു കാഴ്ച നിങ്ങൾക്ക് വേറെ കാട്ടിത്തരാൻ കഴിയോ? 200ഓളം വീടുകൾ, 1000ഓളം വിക്ടിംസ്, എല്ലാവരും അശരണരായ മനുഷ്യർ. BJP സർക്കാരുകൾ എങ്ങനെയാണോ ദുർബലരുടെ മുകളിലേക്ക് കൊടുത്ത് ഈ ബുൾഡോസർ കയറ്റിയേക്കുന്നത്, അതേ ബുൾഡോസറുകൾ അവർ അയക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങൾക്ക് നേരെയാണോ അതേ ആളുകൾക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് നയിക്കാൻ കഴിയുക? കോൺഗ്രസ് പറയുന്നു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന്. എങ്കിൽ പല ക്വസ്റ്റ്യനും ഉയരും. ഒന്നാമത്തെ വാദം, അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല. ഇവിടെ പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ, നേരത്തെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ മുഴുവൻ പേരുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അവരുടെ കയ്യിൽ മുഴുവൻ ഡേറ്റയുണ്ട്. അവർ ഈ ലാൻഡിൻ്റെ സർവേ നടപടി നേരത്തെ എടുത്തിരുന്നു. അവരുടെ സർവേ പ്രകാരം മുഴുവൻ പേരുടെ കയ്യിലും ലാൻഡ് ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല, നമ്പർ 1. നമ്പർ 2, അവരുടെ മുഴുവൻ പേരുടെ കയ്യിലും ഞങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, എല്ലാ സംവിധാനം, റേഷൻ കാർഡ് ഉണ്ട്. അവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇനി അവരുടെ വാദം ശരിവച്ചാൽ തന്നെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശമുണ്ട്. അത് മറികടന്ന് എങ്ങനെയാണ് ഒരു വെളുപ്പാൻ കാലത്ത് ബുൾഡോസറുകൾ കയറ്റി മനുഷ്യരെ ഇടിച്ചു നിരത്തുക? റീഹാബിലിറ്റേഷനെ കുറിച്ച് എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പദ്ധതി? ഗവൺമെൻറ് വിശദീകരിക്കണ്ടേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തിരിച്ചോദിക്കുകയാണ്. ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഒതുക്കിയത്രേ. ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷനേ ഉള്ളൂ ബാംഗ്ലൂരിൽ പ്രിവിലേജ്ഡ് ഗ്രൂപ്പുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന, സാമ്പത്തികമായും സാമൂഹ്യമായും ശബ്ദമുള്ളവർ കയ്യിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വൻകിട കെട്ടിടത്തിന് നേർക്ക് ഒരു ബുൾഡോസർ പറഞ്ഞയക്കാൻ സിദ്ധരാമയ്യക്ക് കഴിയോ? കോൺഗ്രസിന് കഴിയോ? എന്തുകൊണ്ട് ഈ ദുർബലരായ മനുഷ്യരുടെ അടുത്തേക്ക് അയച്ചു? ഈ പ്രശ്നം ആരും അറിയാതെ അവസാനിച്ചു പോകുമായിരുന്നു. ഇന്നലെ ആ മനുഷ്യർ തൊഴുകൈകളോടെ നന്ദി രേഖപ്പെടുത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിനുമാണ്, സഖാവ് പിണറായി വിജയനാണ്.
ആ ദുർബലരായ മനുഷ്യർ, അവിടുത്തെ ആക്ടിവിസ്റ്റുകൾ. കേരളത്തിൻ്റെ CM ഇത് പറയുന്നത് വരെ ഈ കാഴ്ചകൾ കാണാൻ, പകർത്താൻ ഒരൊറ്റ കൺവെൻഷണൽ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയിരുന്നില്ല. ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. കന്നഡയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽസ് പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ സന്തോഷമുണ്ട്. ഇന്നലെ ശ്രീ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടി വന്നു. AICCക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചോദിക്കാൻ നിർബന്ധിതമായി. ഇപ്പോൾ അവിടേക്ക് മാധ്യമങ്ങൾ എത്താൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് എന്നെ ഇന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അവിടെ എത്തി, ഗ്രൗണ്ടിലേക്ക് എത്തി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും CPIM ഈ പ്രശ്നം ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ, DYFIയുടെ ഇടപെടലില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, ഇതാരും അറിയാതെ പോകില്ല ഈ കാഴ്ചകൾ? എന്ത് ജസ്റ്റിഫിക്കേഷനാണ് കോൺഗ്രസിന് പറയാനുള്ളത്? യോഗി ആദിത്യനാഥിൻ്റെ പ്രതിരൂപമായി എങ്ങനെയാണ് സിദ്ധരാമയ്യക്ക് മാറാൻ കഴിയുക? ഗണഗീതം പാടുന്നതിൽ അഭിമാനിക്കുന്ന DK ശിവകുമാർ നയിക്കുന്ന കോൺഗ്രസ്സാണ് കർണാടകയിലെ കോൺഗ്രസ്. എവിടെ പ്രിയങ്ക ഗാന്ധി? എവിടെ സോണിയാഗാന്ധി? സർവോപരി കർണാടക കോൺഗ്രസിൻ്റെ ഇലയനങ്ങണമെങ്കിൽ അറിയേണ്ട KC വേണുഗോപാലിൻ്റെ ശബ്ദം എവിടെ? KC വേണുഗോപാൽ ഒന്നും അറിഞ്ഞില്ലെന്നാണോ? ഒരക്ഷരം ഉണ്ടാകുന്നുണ്ടോ? DYFIയുടെ പ്രതിനിധി സംഘം ഇന്നലെ സന്ദർശിച്ചു. രാജ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ വിവരങ്ങൾ, ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ കാണിക്കുകയാണ്. അതുകൊണ്ട് DYFIയുടെ കേരള സംസ്ഥാന ഘടകം, അതിൻ്റെ നേതൃത്വം രണ്ടുപേരും, വസീഫും സനോജും എൻ്റെ അരികിലുണ്ട്. അവർ ഇത് സംബന്ധിച്ച് കേരളത്തിൽ നടത്താൻ പോകുന്ന ചില ക്യാമ്പയിനുകളെ സംബന്ധിച്ച് വിശദീകരിക്കും. കർണാടകയിൽ DYFIയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നലെ തന്നെ അവിടെ ചേർന്നിരുന്നു. അവിടെ ഞങ്ങൾ ശക്തമായ പ്രതികരണങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരാനും ഇരകൾക്കൊപ്പം എപ്പോഴും നിൽക്കാനും, ചെറിയ പുതപ്പ് പോലും എടുക്കാനില്ല പാവങ്ങൾക്ക്, ചില സന്നദ്ധ സംഘടനകളാണ് അതെല്ലാം കൊടുത്തു നിൽക്കുന്നത്. നല്ല മനുഷ്യർ, അവർ മാത്രമാണ് അവർ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ അവരെ സഹായം എത്തിക്കുന്നതിനും അവരെ ചേർത്ത് നിർത്തുന്നതിനും റീഹാബിലിറ്റേഷൻ പൂർത്തീകരിക്കപ്പെടുന്നത് വരെ, അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുന്നത് വരെയുള്ള പോരാട്ടങ്ങളിൽ അവർക്കൊപ്പം ഐക്യദാർഢ്യപ്പെടുന്ന ബന്ധം DYFI കർണാടക ഘടകം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെമ്പാടും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.